ചെയ്യാൻ പാടില്ലാത്ത പാപം ചെയ്തത്? നീ ചെയ്ത ആ പാപം കാരണം വാണിക്ക് കുഞ്ഞിനെ നഷ്ടപ്പെട്ടു. പാവം, ഒരു കുഞ്ഞില്ലാത്തതിന്റെ വിഷമത്തിലവൾ. ഗർഭസ്ഥ ശിശു മരിച്ചു പോവുകയും പിന്നീട് കുട്ടികളില്ലാതെയും വന്നാൽ ഒരു പെണ്ണിന്റെ വേദന എന്തെന്നറിയോ നിനക്ക്? നിന്നോട് ക്ഷമിക്കാൻ ഒരിക്കലും പറ്റില്ല രുദ്ര. നാഗരാജാവിനെ കൊന്നിട്ട് നീ വലിയ പാപമാ ചെയ്തത്. അങ്ങനെയുള്ള നിന്നെ പ്രസവിച്ച അമ്മയാ ഞാൻ. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. നാളത്തെ ഹോമം കഴിഞ്ഞ് പിന്നെ 2 ഹോമങ്ങളും കഴിഞ്ഞാൽ എല്ലാ ആപത്തും അവസാനിക്കും. ജീവൻ നഷ്ടപ്പെട്ട നാഗരാജാവിന്റെ ആത്മാവിന് ശാന്തി കിട്ടും. സർപ്പശാന്തി പൂജ കൊണ്ട് കഴിഞ്ഞ 10 വർഷം നമുക്കൊന്നും തന്നെ സംഭവിച്ചില്ല. ചില ആഗ്രഹങ്ങൾ മരിച്ചാലും വിട്ടുപോവില്ലെന്നാ കാരണവന്മാര് പറയുന്നേ. നാഗമാണിക്യത്തോട് നിനക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അത് വിട്ടുകള. നിന്റെ ജീവിതം നന്നാവും. അമ്മേ, അമ്മ ചെയ്യുന്ന ഈ ശാന്തി ഹോമം കൊണ്ടല്ല ഇത്രയും നാൾ പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരുന്നത്. സ്വാമിജി ആ ഇച്ഛാധാരി സർപ്പത്തെ തന്റെ മാന്ത്രിക വലയത്തിൽ ബന്ധിച്ചിട്ടിരിക്കുന്നോണ്ടാണ് നമുക്കൊന്നും സംഭവിക്കാത്തത്. അമ്മ പറയുന്ന പോലെ 2 വർഷം കൂടി കഴിഞ്ഞാൽ ജീവിതം വളരെ മനോഹരമായിരിക്കും. എങ്ങനെയാണെന്നറിയാമോ? ബന്ധിക്കപ്പെട്ടിരിക്കുന്ന ഇച്ഛാധാരി സർപ്പം പ്രതികാരം തീർക്കാൻ കഴിയാതെ അത് സ്വയം ജീവനെടുക്കും. അതിനുള്ളിൽ തന്റെ തപശക്തിയെല്ലാം വീണ്ടെടുത്ത് സ്വാമിജിയും തിരികെ എത്തും. അതിനുശേഷം അദ്ദേഹത്തിന്റെ അനുഗ്രഹത്തോടെ നാഗമാണിക്യം ഞാൻ സ്വന്തമാക്കിയിരിക്കും. അമ്മേ, ഹോമം പൂജ എന്നൊക്കെ പറഞ്ഞ അമ്മ ദൈവിക ശക്തിയിൽ വിശ്വസിക്കുന്നു. ഞാനോ ഭൈരവസ്വാമിയിൽ വിശ്വസിക്കുന്നു. ഒരു സർപ്പത്തിനും എന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. എന്റെ വിശ്വാസം എന്നെ ചതിക്കില്ല അമ്മേ. ഓം നമഃ ശിവായ. 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 കാലം വരുമെന്നും നഷ്ടപ്പെട്ടതെല്ലാം തിരികെ നേടാൻ കഴിയുമെന്ന് 10 വർഷങ്ങൾക്ക് മുൻപ് പറഞ്ഞതല്ലേ മഹാദേവ? എന്നിട്ടെവിടെ? ആ കാലം ഇതുവരെ എത്തിയില്ലല്ലോ. ഭഗവാൻ തന്നെ പറഞ്ഞ വാക്ക് മറന്നു പോകാറുണ്ടോ? ഇനി ബാക്കിയുള്ളത് 2 വർഷം മാത്രമാ. ഇങ്ങനെ ആ 2 വർഷവും അവസാനിച്ചാൽ അനന്യയുടെ ജീവിതത്തിലെ എല്ലാം നഷ്ടമാകും. 10 വർഷമായി അവൾ അങ്ങയോട് പ്രാർത്ഥിക്കുകയാണ്. ഇനിയും അവളോട് കരുണ തോന്നുന്നില്ലേ? എല്ലാത്തിനും അതിൻ്റെതായ ഒരു അതിരുണ്ട്. അതുപോലെ തന്നെ എന്റെ ഈ ക്ഷമയ്ക്കും ഒരു അതിരുണ്ട്. അനന്യയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്നെ കൊണ്ട് സഹിക്കാനാവുന്നില്ല. ഞാൻ വിളിച്ചാൽ അങ്ങ് വരില്ലെന്നാണോ? അങ്ങയുടെ ശക്തി സത്യമാണെങ്കിൽ വരൂ. ഇനിയും 12 വർഷം കാത്തിരിക്കാനുള്ള ക്ഷമ എനിക്കില്ല. അങ്ങയുടെ മകൾക്ക് വേണ്ടി വേഗം വരൂ, വേഗം. ഓം നമഃ ശിവായ. 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 അസംഭവ്യം, അസംഭവ്യം.
എന്റെ എല്ലാ ശക്തികളും ഉപയോഗിച്ച ആ നാഗകന്യകയെ ഞാൻ തടഞ്ഞു വച്ചു. എന്റെ ശക്തിയെയും തകർക്കുന്ന ആ ശക്തി ഏതാണ്? ഞാൻ അവളെ തടഞ്ഞു വെച്ച ആ മായാവലയം പൊട്ടിച്ചിതറിയെങ്കിൽ ആ നാഗകന്യക രക്ഷപ്പെട്ടു എന്നർത്ഥം. അതെങ്ങനെ സാധ്യമാകും? പ്രതികാര ചിന്തയോടെയുള്ള ആ നാഗകന്യക എന്റെ വലയത്തിൽ നിന്ന് രക്ഷപ്പെട്ടുവെങ്കിൽ ഇനി അവൾ വെറുതെ ഇരിക്കില്ല. അവസാനം എന്റെ തപസ്സിന് ഒരു ഫലമുണ്ടായല്ലോ മഹാദേവ. ദൈവത്തിന്റെ അനുഗ്രഹം കിട്ടിയാൽ പിന്നെ എല്ലാ കാര്യങ്ങളും മംഗളമായി നടക്കുന്ന പറയാറ്. അങ്ങേക്ക് ഞാൻ എത്ര കോടി നന്ദി പറഞ്ഞാലും അതൊന്നും തന്നെ മതിയാവില്ല. അവസാനം വരെ അങ്ങ് എന്നെ കൈവിട്ടതേയില്ല. ആ നാഗമാണിക്യം ഞാൻ കണ്ടെത്തും. എന്റെ അമ്മയുടെ ജീവൻ തിരികെ നൽകും. എന്റെ പിതാവിനെ വധിച്ച് നാഗമാണിക്യം എടുത്തോണ്ട് പോയ ആ ദുഷ്ടന്മാരുടെ വംശത്തെ വേരോടെ ഞാൻ നശിപ്പിച്ചിരിക്കും. ആ നാശത്തിന് അങ്ങയുടെ അനുഗ്രഹം എനിക്ക് വേണം. അനന്യ, ആ മഹാദേവൻ നിന്നെ കൈവെടിഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന്റെ അനുഗ്രഹം നിനക്ക് ലഭിച്ചിട്ടുണ്ട്. ഈ ശിവഭഗവാനെ എത്ര തന്നെ നമ്മൾ പ്രാർത്ഥിച്ചാലും അതൊന്നും തികയില്ല ചിറ്റമ്മേ. അമ്മയുടെ ജീവൻ തിരിച്ചെടുക്കാൻ നല്ല അവസരമാണ് ഒരുക്കി തന്നിരിക്കുന്നത്. ശിവഭഗവാന്റെ വാക്കുകൾ ഒരിക്കലും പാഴ്വാക്കുകളാവില്ല. ഇതുവരെ നിനക്ക് നഷ്ടപ്പെട്ട എല്ലാം തന്നെ തിരികെ ലഭിക്കും അനന്യ. നാഗമാണിക്യം അന്വേഷിക്കാനുള്ള സമയം ഇപ്പോൾ അടുത്ത് വന്നിരിക്കുകയാണ്. ഞാൻ അന്വേഷിക്കാം ചിറ്റമ്മേ, അന്വേഷിക്കാം. നാഗമാണിക്യം എവിടെയാണെന്ന് ഞാൻ അന്വേഷിക്കാം. അനന്യ, നിനക്കിനി ബാക്കിയുള്ളത് വെറും 2 വർഷം. 10 വർഷം നിനക്ക് നഷ്ടമായി. ആ 10 വർഷത്തിൽ ഒരുപാട് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. എന്നാൽ നിനക്കൊരു മാറ്റവും വന്നിട്ടില്ല അനന്യ. എന്ന് വെച്ചാൽ നിന്റെ വയസ്സ് കൂടിയിട്ടില്ലെന്നർത്ഥം. 10 വർഷത്തിന് മുൻപേ നീ എങ്ങനെയായിരുന്നോ ഇപ്പോഴും നീ അങ്ങനെ തന്നെയാണ്. നാഗലോകത്തിന്റെ സ്വത്തായ നാഗമാണിക്യത്തെ കണ്ടെത്തേണ്ട പാതയിലാണ് നീ സഞ്ചരിക്കേണ്ടത്. ശരി ചിറ്റമ്മേ, പ്രതികാരദാഹം എന്നെ വിട്ടു പോയിട്ടില്ല. ആ ദുഷ്ടന്മാരുടെ വംശത്തെ നശിപ്പിക്കാതെ ഞാൻ അടങ്ങില്ല. ജയ് മഹാകാള. അനന്യ, അനന്യ, എന്തു പറ്റി ചിറ്റമ്മേ? ചിറ്റമ്മ ആരെയാ പേടിക്കുന്നത്? ആ മന്ത്രവാദി വന്നുകൊണ്ടിരിക്കുകയാണ്. നീ ഇവിടെ വിട്ട് ഇത്രയും വേഗം പോകുക അനന്യ. ഇല്ല, അവനെ ഞാൻ ബലി കൊടുത്തിട്ടേ പോകുന്നുള്ളൂ. അവനാണ് എന്നെ 10 വർഷത്തോളം തടവിൽ ബന്ധിച്ചിരുന്നത്. എന്നുവച്ചാൽ അവനും നമ്മുടെ ശത്രുപക്ഷത്തുള്ളവനാണെന്നർത്ഥം.
അവന്റെ മരണം എനിക്ക് കണ്ടിട്ട് വേണം പോകാൻ. വേണ്ട അനന്യ, നീ എങ്ങനെയാണോ 10 വർഷം മഹാദേവിനെ ധ്യാനിച്ച് ശക്തികൾ നേടിയത്, അതുപോലെ ആ മന്ത്രവാദിക്കും ശക്തികളുണ്ട് അനന്യ. വേഗം ഇവിടുന്ന് പോകൂ. അവന് ഇനിയും ആയുസുണ്ട്. അവന് ഭൂമിയിലെ കാലം അവസാനിച്ചിട്ടില്ല. ദയവ് ചെയ്ത് നീ സമയം കളയരുത്. മഹാദേവന്റെ അനുഗ്രഹം നിനക്കുണ്ട്. വേഗം പോകൂ അനന്യ. മന്ത്രവാദിയെക്കാളും നാഗമാണിക്യമാണ് നമുക്ക് പ്രധാനം. അത് മനസ്സിലാക്ക്. നിന്റെ അമ്മയുടെ ജീവൻ തിരികെ നേടുന്നതാണ് പ്രധാനം. ജയ് മഹാകാള. ആ ഇച്ഛാചാരി നാഗകന്യക എവിടെ? അത്ര പെട്ടെന്നൊന്നും അവൾ എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടില്ല. എവിടെ? ജയ് മഹാകാല. എവിടെ പോയി തുലഞ്ഞു ആ നാഗകന്യക? അർജുൻ, എന്താ മോനെ പറ്റിയത്? എന്തു പറ്റി? എന്താ പറ്റിയത് മോനെ? ദേ നോക്ക്, നീ ഇങ്ങനെ ഒന്നും മിണ്ടാതിരുന്നാ എന്റെ പേടി കൂടത്തേ ഉള്ളു മോനെ. എന്തിനാ നിലവിളിച്ചെഴുന്നേറ്റത് പറയേ? മുത്തശ്ശി, ഞാനൊരു സ്വപ്നം കണ്ടതാ. ഓരോ വർഷവും ഹോമത്തിന് മുൻപ് കാണുന്ന സ്വപ്നം ഉണ്ടല്ലോ, അതാണോ കണ്ടത്? അല്ലെങ്കിൽ തന്നെ നിനക്ക് സർപ്പദോഷമുണ്ട്.
എന്നാ ഞാൻ ഇന്ന് കണ്ട സ്വപ്നത്തില് കുറച്ച് വ്യത്യാസമുണ്ട് മുത്തശ്ശി. എപ്പോഴും ഞാൻ കാണുന്ന സ്വപ്നത്തിൽ ഒരു പെണ്ണ് വന്നുകൊണ്ടിരുന്നില്ലായിരുന്നോ? അതിനുശേഷം ആ പെണ്ണൊരു നാഗമായിട്ട് മാറുമായിരുന്നു. എന്നാ ഇപ്രാവശ്യം ഒരു നാഗകന്യക വന്ന് എന്നെ കടിച്ചു മുത്തശ്ശി. അതിരാവിലെ കാണുന്ന സ്വപ്നം ഫലിക്കുമെന്ന, അതുകൊണ്ടാ ഞാൻ പേടിക്കുന്നേ. ആവശ്യമില്ലാത്ത സ്ഥലങ്ങളിൽ നീ ഒറ്റയ്ക്ക് പോകരുത്. ചില സ്ഥലങ്ങളൊന്നും അത്ര ശരിയല്ല. ഇമോഷണൽ ആവാതെ എന്റെ മുത്തശ്ശി. ഞാൻ എന്റെ സ്വപ്നങ്ങളെല്ലാം എൻജോയ് ചെയ്താ കാണാറ്. എന്നാ ഇത്തവണ ആ പാമ്പ് എന്നെ കടിച്ചില്ലേ, അതാ ഞാൻ പേടിച്ചു വിളിച്ചത്. സ്വപ്നങ്ങളെല്ലാം സത്യമാവോ മുത്തശ്ശി? ഇപ്പൊ തന്നെ കാരണം എന്തുമാത്രം സ്വപ്നങ്ങളാ കാണാറ്. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലെ ക്യാപ്റ്റൻ ആവുമെന്നും വേൾഡ് കപ്പ് ജയിക്കുമെന്നും ഒക്കെ. എന്താ അതൊക്കെ സത്യമായോ മുത്തശ്ശി? ഈ ജന്മത്തിലെ നടക്കാത്ത കാര്യങ്ങളാ. അതിരാവിലെ കാണുന്ന സ്വപ്നങ്ങളൊന്നും സത്യമാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതിന് ഭയക്കുന്നുമില്ല. സ്വപ്നത്തെയൊക്കെ ആരെങ്കിലും പേടിക്കോ മുത്തശ്ശി? അതല്ല മോനെ, നിന്റെ ജാതകത്തിൽ സർപ്പദോഷമുണ്ട്. സ്വപ്നത്തിൽ പാമ്പിനെ കാണുന്നു. അപ്പോ സർപ്പം കടിച്ചു എന്ന് പറഞ്ഞാൽ പേടിക്കാതിരിക്കുവോ? എന്റെ മുത്തശ്ശി ഇപ്പോഴും 1948 ജീവിക്കുന്നത്. ചന്ദ്രനിലും ഗ്രഹങ്ങളിലും വരെ ആൾക്കാരെ പോയിട്ട് വന്നിരിക്കുന്നു. പിന്നെയാ ചൊവ്വാഗ്രഹത്തിൽ വെള്ളമുണ്ടെന്നാ സയന്റിസ്റ്റ് കണ്ടുപിടിച്ചിരിക്കുന്നത്. ഇനി ഒരു 20 വർഷം കൂടി, അപ്പോഴേക്കും അവിടെ സ്ഥലം വാങ്ങി വീട് വെക്കാം. എന്നാ ഇവിടെ മുത്തശ്ശിയോ ജാതകം, ഗ്രഹങ്ങൾ ഇതിനെപ്പറ്റിയൊക്കെ പറഞ്ഞോണ്ടിരിക്കുക. അതെല്ലാം ഞാൻ ബഹുമാനിക്കുന്നുണ്ട്, ഇല്ലെന്നല്ല. എന്നാ അതിന് മാത്രം ഇമ്പോർട്ടൻസ് കൊടുത്ത പോരല്ലോ മുത്തശ്ശി. എന്തു പറഞ്ഞാലും അതിനുള്ള മറുപടി നിന്റെ കയ്യിലുണ്ടാവും. നമ്മുടെ ലൈഫിലും പറയുന്ന കാര്യത്തിലും ലോജിക് ഉണ്ടായിരിക്കണം മുത്തശ്ശി. ശരി, നീ പറഞ്ഞത് തന്നെയാ ശരി. ചെല്ലു മോനെ, പോയി കുളിച്ചിട്ട് പുതിയ വസ്ത്രം ഇട്ട് ഒരുങ്ങുക. ഇത് നിനക്ക് വേണ്ടിയുള്ള ഹോമമല്ലേ, അപ്പൊ നീ ഉറപ്പായും ഉണ്ടാവണം. ചെല്ലു മോനെ. ശരി എന്റെ മുത്തശ്ശി, ഞാൻ വരാം. അമ്മേ. പറയാ മോനെ. ലവ് യു അമ്മേ. അമ്മ ഇങ്ങനെ കാണുന്ന എനിക്കിഷ്ടം. എപ്പോഴും ഇതുപോലെ ചിരിച്ചോണ്ടിരിക്കണം. അമ്മ എന്ന വാക്കുകൊണ്ട് പൂജ ചെയ്തിടാം നെഞ്ചിലെ. അച്ഛാ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മോനെ. റെഡിയായിട്ട് വേഗം പൂജയ്ക്ക് വന്നിരിക്കേ. മുത്തശ്ശി, സ്വപ്നത്തിൽ വന്ന പാമ്പ് കടിക്കൊന്നുമില്ല. പ്ലീസ് ഒന്ന് ചിരിക്ക്. പ്ലീസ് മുത്തശ്ശി. സൂപ്പർബ്. ഈ ചിരി കാണാനേ ഞാൻ വേഗം റെഡിയായിട്ട് വരാം. കുറുമ്പിനൊന്നും ഒരു കുറവുമില്ല. വേഗം റെഡിയായിട്ട് വന്നോണം. നിന്നോട് കൂടിയാ, വേഗം റെഡിയായിട്ട് വാ. അർജുൻ, ഒരുപാട് അവഗണിക്കണ്ട. ജാതകമൊക്കെ ജീവിതത്തിൽ പ്രധാനോ, നിനക്ക് മനസ്സിലായോ? ദിവസവും കാണുന്ന സ്വപ്നം തന്നെ ഏട്ടാ. സ്വപ്നത്തിൽ വരുന്ന പെണ്ണ് എങ്ങനെയുള്ളതാണെന്ന് അറിയോ നിനക്ക്? പക്ഷെ മുഖം കണ്ടില്ല. അവൾ അങ്ങനെ പതിയെ പതിയെ നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോ മനസ്സിനെ പിടിച്ച് വലിക്കുന്ന പോലെ. അതൊരു വല്ലാത്ത ഫീലിംഗാ. അതിനെക്കുറിച്ച് ഒറ്റവാക്കി പറയുകയാണെങ്കിൽ കാളിദാസനായ പോലും ഒരുപാട് കഷ്ടപ്പെട്ടു പോവും എന്റെ ഫീലിംഗ്സിനെയും ആ പെൺകുട്ടിയെയും കുറിച്ച് വർണ്ണിക്കാൻ. അപ്പൊ സൃഷ്ടിച്ചത് ബ്രഹ്മാവ് മാത്രമല്ല, വിഷ്ണുവും പരമശിവനും കൂടി ചേർന്നിട്ടാ. ഐ മീൻ ത്രിമൂർത്തികളുടെ സൃഷ്ടിയായിരിക്കും. അർജുൻ, ദിവസവും സ്വപ്നത്തിൽ വരും, എന്നാൽ മുഖം കാണിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അവൾ തീർച്ചയായും സുന്ദരി തന്നെയായിരിക്കും. അവളെയൊന്നും നിനക്ക് കിട്ടാൻ പോകുന്നില്ല. ദിവസവും ആ സ്വപ്നം തന്നെ കാണണമെന്ന് നീ ആഗ്രഹിക്കല്ലേ? എടുത്തി, ലൈഫിലെ ചില കാര്യങ്ങള് നമുക്ക് കിട്ടിയാലും കിട്ടാത്ത പോലെ തോന്നാറ്. ഇനി മറ്റു ചില കാര്യങ്ങള് നമുക്ക് കിട്ടിയില്ലെങ്കിലും കിട്ടിയ പോലെ തോന്നാറ്. എടുത്ത് ഞാനൊരു ലോജിക്ക് പറയട്ടെ. സ്വപ്നം എന്നത് വൈറ്റ് പേപ്പർ പോലെയാ. നമുക്ക് എന്ത് വേണമെങ്കിലും അതിൽ എഴുതാൻ സാധിക്കും. ഞാൻ സ്വപ്നത്തിൽ കണ്ട ആ പെൺകുട്ടി എന്തുകൊണ്ട് നേരിട്ട് എന്റെ മുന്നിലേക്ക് വന്നുകൂടാ? വന്നിട്ട് എന്റെ മനസ്സിലൊരു സ്ഥാനം പിടിക്കില്ലെന്ന് ആര് കണ്ടു? ഞാനിപ്പോൾ തടവിൽ നിന്നും മോചിതയായി. പക്ഷെ നാഗമാണിക്യം എവിടെ പോയി അന്വേഷിക്കും?
നാഗമാണിക്യം നിനക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നീ മനുഷ്യലോകത്തേക്ക് പോകണമെന്നഞ്ഞ. ഇന്നു മുതൽ നീ അവരിൽ ഒരാളായി മാറണം. അവരോടൊപ്പം നീ ജീവിക്കണം. മനുഷ്യലോകത്തിലേക്കോ? അവരെ കൊണ്ട് ഇത്രയും നാശങ്ങൾ സംഭവിച്ചിട്ടും നമുക്ക് വേറെ വഴിയില്ല അനന്യ. നാഗമാണിക്യം നിനക്ക് ലഭിക്കണം. നിന്റെ അമ്മയുടെ ജീവൻ തിരികെ നേടണം. അതിന് നീ മനുഷ്യന്റെ ലോകത്തിലേക്ക് പോയി മതിയാകൂ അനന്യ. ആ ദുഷ്ടന്മാർ നാട് വിട്ട് തന്നെ പോയി, നാഗമാണിക്യവും കൊണ്ട്. ഇപ്പോൾ അവരെവിടെയാണ് ഉള്ളത്? എവിടെയാണെന്ന് എനിക്ക് കൃത്യമായി പറയാൻ കഴിയുന്നില്ല. എന്നാൽ ഞാൻ നിനക്ക് എന്ത് സഹായവും ചെയ്യും. ദുർഗാപുരം എന്ന നാട്ടിലേക്ക് നീ ഇപ്പോൾ പോകണം. അവിടെ പേര് കേട്ട് ശക്തിയുള്ള ഒരു മഹാദേവ ക്ഷേത്രമുണ്ട്. നീ അവിടേക്ക് പോയാൽ മഹാദേവൻ തന്നെ നിനക്ക് ശരിയായ വഴി കാട്ടിത്തരും. നിന്റെ ശത്രുക്കൾ എവിടെയാണെന്നും ആ നാഗമാണിക്യം എവിടെയാണെന്നും മഹാദേവന്റെ ക്ഷേത്രത്തിൽ എത്തുമ്പോൾ എല്ലാം നിനക്ക് മനസ്സിലാകും. പോകൂ അനന്യ, പോകൂ. ഇതൊക്കെ ആര് ചെയ്യാനാ? ഒരു 2000 രൂപ എക്സ്ട്രാ കൊടുത്തിരുന്നെങ്കിൽ പൂജാരി തന്നെ ഇതൊക്കെ ചെയ്യുമായിരുന്നല്ലോ. അല്ലെങ്കിൽ ഇവിടെല്ലാം ഇങ്ങനെ തന്നെ. അമ്മായിയുടെ ശല്യം അല്ല എനിക്ക്, മുത്തശ്ശിയുടെ ശല്യം. കഷ്ടം തന്നെ കഷ്ടം. അമ്മായി, ഹോമത്തിനെല്ലാം ഏർപ്പാട് ചെയ്തോ? തിരുമേനി ഉടനെ തന്നെ ഇങ്ങെത്തും. എന്താ ഇത്? രാവിലെ മുതൽ ഇത്രയും ജോലി ചെയ്തുള്ളോ? മതി, ബാക്കിയൊക്കെ ഞാൻ ചെയ്തോളാം. പുറത്ത് കുറച്ച് വെള്ളം എടുത്തു വെക്കേ. തിരുമേനി വന്ന കാല് കഴുകണം. വേഗം ചെല്ല ചെല്ല. രാജേട്ടാ, പുറത്തൊരു ബക്കറ്റ് വെള്ളം വെക്കണം. പൂജാരി ഇപ്പൊ വരും. അതൊന്നും വേണ്ട ചിത്രേ, ഇന്ന് വീട്ടുജോലിക്കാർക്കെല്ലാം അവധിയാ. എന്തിനാ അമ്മായി? സർപ്പസംബന്ധമായ പൂജകളെല്ലാം മടിയില്ലാതെ വീട്ടിലുള്ളവർ തന്നെ ചെയ്യണം. മുത്തശ്ശി 10 വർഷമായിട്ട് മടിയില്ലാതെ എല്ലാ ജോലികളും തനിയെ ചെയ്യുന്നേ. പൂജാ സംബന്ധമായ കാര്യങ്ങളില് ഒരു തീപ്പെട്ടി എടുക്കാൻ പോലും ജോലിക്കാരെ വിടരുതെന്നാ മുത്തശ്ശി എപ്പോഴും പറയാറ്. ചെല്ലേ, നീ വെള്ളം എടുത്തു വെക്കേ. അയ്യോ, മുത്തശ്ശി ഇവിടെ ഇല്ലല്ലോ. രാജേട്ടൻ തന്നെ എടുത്തു വെക്കട്ടെ. മുത്തശ്ശി തന്നെ പലപ്പോഴായി പറഞ്ഞിട്ടുണ്ട് വെള്ളത്തിന് ദോഷമൊന്നും ഇല്ലെന്ന്. ഒഴുക്കുവെള്ളത്തിന് ദോഷമില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ വീടിന് സർപ്പദോഷമുണ്ട്. സർപ്പശാന്തി ഹോമം എന്ന് വെച്ചാൽ എന്താണെന്ന് നിന്റെ വിചാരം? സർപ്പങ്ങളെല്ലാം ദൈവങ്ങളാണ്. ദേ നോക്ക്, നിന്നെ കൊണ്ട് പറ്റുമെങ്കിൽ ചെയ്യ്, അല്ലെങ്കിൽ എല്ലാം ഞാൻ ചെയ്തോളാം. ഇത്ര അഹങ്കാരവും അലസതയും സ്ത്രീകൾക്ക് പാടില്ല. ഇന്ന് നടക്കാൻ പോകുന്ന ഹോമത്തിന് ഒരു വിധത്തിലുള്ള തടസ്സവും ഉണ്ടാവരുത്. പറഞ്ഞത് മനസ്സിലായോ? മുത്തശ്ശി എന്നോട് ക്ഷമിക്കണം. കല്യാണത്തിന് ശേഷം ആദ്യമായിട്ടാ സർപ്പശാന്തി ഹോമത്തിൽ പങ്കെടുക്കുന്നു. അതമ്മേ, ഇതിവളുടെ ആദ്യ വർഷത്തെ പൂജയല്ലേ. പോകെ പോകെ അവൾ എല്ലാ കാര്യങ്ങളും തനിയെ പഠിച്ചോളൂ. പൂജയ്ക്കും സർപ്പശാന്തി ഹോമത്തിനും ഒരു തടസ്സവും ഉണ്ടാവരുത്. വളരെ ശ്രദ്ധയോടെ അത് നടത്തണം. സർപ്പശാന്തി ഹോമത്തിൽ ഒരു പ്രശ്നവും ഉണ്ടാവരുത്. ജയ് മഹാകാള. സ്വാമിജി, വന്നാലും സ്വാമി, വന്നാലും. ജയ് മഹാകാള. വരണം സ്വാമി, ഇരിക്കൂ. അമ്മായി, ഇയാളെ കണ്ടിട്ട് എനിക്ക് വല്ലാതെ പേടിയാകുന്നു. ഞാൻ റൂമിൽ പോട്ടെ. മിണ്ടാതിരിക്കെ, അദ്ദേഹം അത് കേൾക്കും. നിങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇന്നു മുതൽ നിങ്ങളുടെ കഷ്ടകാലം ആരംഭിച്ചിരിക്കുന്നു. നിങ്ങൾക്കിനി മനസമാധാനം ഉണ്ടാകില്ല. യമകണ്ഠകാലം ആരംഭിച്ചിരിക്കുന്നു.